നഹാസേ, മാഡം, ഇയാൾ ഓപ്പറേഷൻ തിയേറ്ററിലേക്കുള്ള എക്യുപ്മെന്റ്സ് നൽകിക്കൊണ്ടിരിക്കുന്ന ആളാ. ഇയാളുടെ ഒരു കിറ്റ് ഓപ്പറേഷൻ കഴിയുന്നത് വരെ പൊട്ടിക്കാതെ സുരക്ഷിതമായി ഇരിക്കുന്നതിനാണ് ഇയാൾക്ക് കാശ് കിട്ടുന്നത്. കൊണ്ടുപോകുന്ന സാധനങ്ങൾ യാതൊരു കേടുപാടും കൂടാതെ അതുപോലെ തിരിച്ചിങ്ങ് കിട്ടുകയും ചെയ്യും. കൂടെ അതിന്റെ വാടക ഇനത്തിലുള്ള പണവും കിട്ടും. ഇയാളിൽ നിന്ന് പോയി ഇയാളിലേക്ക് തന്നെ എത്തിച്ചേരുന്ന വിചിത്രമായ ഈ ചെയിൻ സിസ്റ്റത്തിന്റെ പിന്നിൽ തെളിയുന്നത് വലിയൊരു തട്ടിപ്പിന്റെ പിന്നാമ്പുറ കഥകൾ തന്നെയാണ്. സുധാകരൻ എന്ന പേഷ്യന്റിന്റെ ബൈസ്റ്റാൻഡറായി വന്നത് ഞാൻ തന്നെയാ. നിങ്ങളെ വെറുതെ കോടതിയിൽ ഹാജരാക്കിയാൽ പറ്റില്ലല്ലോ. കൃത്യമായ തെളിവുകൾ വേണ്ടേ? എന്നാ പിന്നെ ഇവരെയും കൊണ്ടുപോയാലോ മാഡം? അങ്ങനെ അങ്ങ് കൊണ്ടുപോകാൻ പറ്റുമോ? ഈ ഹോസ്പിറ്റലിന് ഒരു നാഥനുണ്ട്. അദ്ദേഹത്തോട് ചോദിക്കാതെ എങ്ങനെയാ അദ്ദേഹത്തിന്റെ കീഴ്ജീവനക്കാരെ നമ്മൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്? അദ്ദേഹം വരട്ടെ, ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങോട്ടേക്കണോ മാഡം വിളിച്ചത്? ഞാൻ കാര്യങ്ങളൊക്കെ ഏറെക്കുറെ സൂചിപ്പിച്ചായിരുന്നല്ലോ. എന്താ ഞാൻ ഇവരെ ചെയ്യേണ്ടത്? ഹോസ്പിറ്റലിലേക്ക് മെഡിക്കൽ എക്യുപ്മെന്റ്സ് നൽകുന്ന ഇയാളുടെ ലൈസൻസിനെ കട്ടാക്കിയ മാഡം. ഡോക്ടർ ജേക്കബ് കുര്യനെയും അറ്റൻഡറായ സുദേവനെയും ഡോക്ടറുടെ അസിസ്റ്റന്റ് നഴ്സായ രമ്യയെയും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഉപ്പ് തിന്നവരെല്ലാവരും വെള്ളം കുടിക്കണമെന്നാണെങ്കിൽ ഈ കള്ളക്കളിയില് സൂപ്രണ്ടും ഉണ്ട്. ഇവിടത്തെ ഓപ്പറേഷൻ ഉപകരണങ്ങൾ തരാതിരിക്കുന്നോണ്ടാണല്ലോ പ്രൈവറ്റ് പാർട്ടികളെ സാധാരണക്കാർക്ക് ആശ്രയിക്കേണ്ടി വരുന്നത്. അങ്ങനെ നോക്കുമ്പോ സൂപ്രണ്ടും കുറ്റക്കാരനാ. ഏറ്റവും വലിയ കുറ്റക്കാരനും ഞങ്ങളുടെ ഇടയിലെ താപ്പാനയും സൂപ്രണ്ട് തന്നെയാ. ഈ പറഞ്ഞതിനോട് സൂപ്രണ്ട് യോജിക്കുന്നുണ്ടോ? പിന്നെ സൂപ്രണ്ടിന്റെ അറിവോടുകൂടിയല്ല ഇത്തരം തട്ടിപ്പുകൾ ഇവിടെ നടന്നിരിക്കുന്നതെന്ന് പറയാനും പറ്റില്ലല്ലോ. ഏയ്, ഞാൻ നിരപരാധിയാണ് മാഡം. എന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും വന്നിട്ടില്ല. ഏത് അന്വേഷണത്തിനെയും നേരിടാനും ഒരു കാണും. ഇൻസ്പെക്ടർ. യെസ് മാഡം. അപ്പൊ പിന്നെ ആ കാര്യം നമുക്കിതിന്റെ തുടർ അന്വേഷണത്തിൽ തീർപ്പുണ്ടാക്കാം. ശരി മാഡം. ഇതെല്ലാവർക്കും ഒരു പാഠമാണ്. ഗവൺമെന്റ് താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് വരുന്ന അർത്ഥ പട്ടിണിക്കാരാണ്. അന്നന്ന് പണിയെടുക്കുന്നതുകൊണ്ട് അന്നന്നത്തെ അന്നം മാത്രം കഴിച്ചു ജീവിക്കാൻ വിധിക്കപ്പെട്ടവർ. അവര് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം ചൂഷണത്തിലൂടെ പോക്കറ്റിലാക്കാൻ ഇനി ഒരാളെയും അനുവദിക്കില്ല. ഇനി അതിന് ശ്രമിച്ച